നമസ്കാരം. IPL സമാപിച്ചതിനു പിന്നാലെ വലിയൊരു ഉടച്ചുവാർക്കലിനൊരുങ്ങുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് എന്ന് എല്ലാവർക്കും ഇപ്പോൾ ചെറിയ സൂചനകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിന് കാരണം ഹർദിക്കിന്റെ ഒരു കൂടുമാറ്റം തന്നെയാണ്. ഇനി ഒരിക്കലും താൻ മുംബൈയിൽ തുടരില്ല എന്ന ഹർദിക് പലതവണ പല സൂചനകൾ നൽകിയതായി തന്നെ അറിയാൻ സാധിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൽ വലിയൊരു താരപ്രഭ തന്നെ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്നറിയുന്നത്. ഹർദിക് പാണ്ഡ്യയെ മാറ്റി അവിടെ പുതിയൊരു ക്യാപ്റ്റനെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇനിയിപ്പോൾ മുംബൈയുടെ ആദ്യത്തെ പ്ലാൻ. അതിനിടെ ഈ റോളിലേക്ക് ആരെയാണ് വേണ്ടതെന്ന കാര്യവും നിർദ്ദേശം നൽകിയതും ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻ ക്യാപ്റ്റനും ഇപ്പോൾ മുംബൈയുടെ എല്ലാമായിട്ടുള്ള രോഹിത് ശർമ്മ തന്നെയാണ്. ഈ ഇതിഹാസ നായകനാണ് അതിനുള്ള ഏറ്റവും വലിയ നറുക്ക് വീണിരിക്കുന്നത്. അദ്ദേഹത്തിന് തീരുമാനിക്കാം ആരെ ആക്കണം എന്നുള്ളത്. ഹർദിക്കിനെ മാറ്റാനുള്ള തീരുമാനം പാടെ മുംബൈ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ആരായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് രോഹിത് ശർമ്മ തന്നെയാണ്. ഹർദിക്കുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഈ സീസണിൽ കൂടുതൽ വഷളായി കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതിനെ തുടർന്നാണ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന MIയിൽ ഒരു നേതൃമാറ്റം ആവശ്യമാണെന്ന് അദ്ദേഹം തലപ്പത്തുള്ളവരെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത സീസണിൽ ഹർദിക് ഉറപ്പായും മുംബൈ കാണില്ല എന്നുള്ള കാര്യം റിപ്പോർട്ടുകൾക്കിടയിൽ പുതിയ നായകനെ സംബന്ധിച്ചുള്ള വാർത്തകളും ഇപ്പോൾ വരുന്നുണ്ട്. മുംബൈയെ സംബന്ധിച്ച് വളരെ പരിതാപകരമായ സീസൺ ആയിരുന്നു ഇത്തവണത്തേത്. പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തെത്തിയിരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ക്യാപ്റ്റൻസി ഓപ്ഷനുകളുടെ കാര്യത്തിൽ ഒരു പഞ്ഞവുമില്ല. ടീമിനെ മികച്ച രീതിയിൽ നയിക്കാൻ ശേഷിയുള്ള താരങ്ങൾ അവരുടെ സംഘത്തിലുണ്ട്. ഇന്ത്യയുടെ T20 ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് T20യിലും ടെസ്റ്റിലുമെല്ലാം ടീം ഇന്ത്യയുടെ നായകനായിട്ടുള്ള ജസ്പ്രീത് ബുംറ എന്നിവരെയെല്ലാം അവർക്കുണ്ട്. പക്ഷെ ഈ രണ്ടുപേരെയും അല്ല MIയുടെ അടുത്ത ക്യാപ്റ്റനായി രോഹിത് നാമനിർദ്ദേശം ചെയ്തിരിക്കുക എന്നതാണ് ഇപ്പോൾ ക്രിക് ബ്ലോഗ് പറയുന്നത്. ക്രിക് ബ്ലോഗറുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും വളരെയധികം അടിസ്ഥാനപരമായും ശരിയാണെന്ന് വയ്ക്കുന്ന കാര്യങ്ങളുമാണ് പറയുന്നത്. സൂചനകൾ ഒരുപാട് തന്നെയാണ് നൽകുന്നത്. മുംബൈക്കൊപ്പം തന്നെ IPLൽ അരങ്ങേറിയ ശേഷം ഇപ്പോൾ അഭിവാജ്യ ഘടകമായി മാറിയ യുവതാരം തിലക് വർമ്മ നായകനാവണമെന്ന ഹിറ്റ്മാന്റെ താല്പര്യമുണ്ടെന്ന് പറയുന്നു. ദീർഘകാലത്തേക്കുള്ള ക്യാപ്റ്റൻസി ഓപ്ഷനായാണ് തിലകിന്റെ പേര് അദ്ദേഹം ടീം മാനേജ്മെന്റ് മുന്നിൽ വച്ചിരിക്കുന്നത്. IPL നായകനായുള്ള മുൻ പരിചയമില്ലെങ്കിലും ഭാവിയിൽ നല്ലൊരു ക്യാപ്റ്റനായി വളർന്നു വരാനുള്ള മിടുക്ക് യുവതാരത്തിനുണ്ടെന്നും രോഹിത് വിലയിരുത്തുന്നു. രോഹിത്തിന്റെ ഈ നിർദ്ദേശം മുംബൈ ടീം ഉടമ ആകാശ് അംബാനി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് തോന്നുന്നു. അതോടൊപ്പം ഹർദിക് പാണ്ഡ്യയെ ട്രേഡ് വിൻഡോയിൽ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിക്ക് വിൽക്കുകയോ അത് നടന്നില്ലെങ്കിൽ റിലീസ് ചെയ്യുകയാകും ഇനി മുംബൈയുടെ പ്ലാൻ. മുംബൈ ഇന്ത്യൻസിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ അരങ്ങേറിയ ശേഷം ലോകോത്തര ഓൾറൗണ്ടറായി മാറിയ താരം തന്നെയാണ് ഹർദിക് പാണ്ഡ്യ. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ മുംബൈയിൽ ഈ ബന്ധം തകർക്കുകയും പിന്നീട് ഇവർ ശത്രുക്കളായി മാറുകയും ചെയ്തു. അതോടെ മുംബൈ 2 ഭാഗമായി മാറി. ഒന്ന് രോഹിത്തിന്റെ കൂട്ടാളികൾ, ഒന്ന് ഹർദിക്കിന്റെ കൂട്ടാളികൾ. രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ചോദിച്ചാണ് ഹർദിക് വാങ്ങിച്ചത്. അതോടെയാണ് രോഹിത്തും ഹർദിക്കും തമ്മിൽ പ്രശ്നങ്ങളായതും 2 ടീമുകളായി MIക്കുള്ളിൽ തന്നെ വേർപിരിഞ്ഞതും.